ഹായ് എവരിവൺ, എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ ഇത് എവല്യൂഷൻ ആണ്. അപ്പൊ ഞാൻ എവല്യൂഷന്റെ കുറെ തിയറീസ് പറഞ്ഞു, എങ്ങനെയാണ് ലൈഫ് നമ്മുടെ എർത്തിൽ ഉണ്ടായ ഒറിജിൻ ഓഫ് ലൈഫിനെ പറ്റി കുറെ തിയറീസ് ഉണ്ട്. ബിഗ് ബാങ് തിയറി ഉണ്ട്, കോസ്മോസോയിക് തിയറി ഉണ്ട്, പാൻസ്പെർമിയ തിയറി ഉണ്ട്, തിയറി ഓഫ് സ്പോണ്ടേനിയസ് ജനറേഷൻ ഉണ്ട്, തിയറി ഓഫ് ബയോജെനസിസ് ഉണ്ട്, മോഡേൺ തിയറി ഓഫ് എവല്യൂഷൻ ഉണ്ട്, എവിഡൻസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നലെ തൊട്ട് വെസ്റ്റീജിയൽ ഓർഗൻസ്, കണക്ടിങ് ലിങ്ക്സ് എന്തൊക്കെയാണ്, അറ്റാവിസം, ലമാർക്കിസം, പിന്നെ നമ്മളുടെ ഡാർവിന്റെ കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള തുടങ്ങാം. സോ ആക്ച്വലി മ്യൂട്ടേഷൻ തിയറി ആണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്. ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണത് മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറി ആക്ച്വലി പ്രൊപ്പോസ് ചെയ്തത് നമ്മുടെ ഹ്യൂഗോ ഡി റൈസ് ആണ്. ഹ്യൂഗോ ഡി റൈസ് ആക്ച്വലി ഇനോത്തീറ ലമാർക്കിയാന എന്ന പ്ലാന്റിലാണ് ഇയാൾ എക്സ്പെരിമെന്റ് ചെയ്തത്. ഇയാൾ എന്താ മ്യൂട്ടേഷന്റെ റോളാണ് എവല്യൂഷൻ എന്തൊക്കെയാണ് മ്യൂട്ടേഷന്റെ റോള്, അത് കാരണം എന്തൊക്കെ ജനറ്റിക് വേരിയേഷൻസ് ഉണ്ടാവും, അതാണ് അയാൾ പറഞ്ഞത്. മ്യൂട്ടേഷൻസ് ആക്ച്വലി ഡാർവിൻ പറഞ്ഞ മ്യൂട്ടേഷൻസിന് എന്തിനാ, അത് ഡിസ്കണ്ടിന്യൂസ് വേരിയേഷൻസ് ആയിട്ടാണ് ഡാർവിൻ അതിനെ പറഞ്ഞത്. അതായത് അതിനെ സ്പോർട്സ് എന്നാണ് ഡാർവിൻ, പിന്നെ സോൾട്ടേറ്ററി വേരിയേഷൻ എന്ന് ബേറ്റ്സിനും പറഞ്ഞു. മ്യൂട്ടേഷൻ തിയറിയുടെ ഫീച്ചേഴ്സ് എന്താ, ആക്ച്വലി എവല്യൂഷൻ എന്താ, ആക്ച്വലി റോ മെറ്റീരിയൽ ആണ് മ്യൂട്ടേഷന് വേണ്ടിയിട്ടുള്ളത്. പെട്ടെന്ന് വരികയും ചെയ്യും, പെട്ടെന്ന് പോവുകയും ചെയ്യും മ്യൂട്ടേഷൻ. ഓക്കെ, ഓക്കെ, ഇതാണ് മ്യൂട്ടേഷൻ തിയറി. അടുത്തത് പിന്നെന്താ, സിന്തറ്റിക് തിയറി. സിന്തറ്റിക് തിയറി ഡോബ് ഹാൻസ്കി എന്നാണ് ഒരു സയന്റിസ്റ്റ് ജനറ്റിക്സ് ആൻഡ് ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ബുക്കിലാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ മോഡേൺ സിന്തറ്റിക് തിയറി ഓഫ് എവല്യൂഷൻ ഹക്സ്ലിയും പറഞ്ഞിരുന്നു. അപ്പൊ ഈ തിയറി അനുസരിച്ച് എന്താ, കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഓർഗാനിക് എവല്യൂഷനെ സഹായിക്കാനുള്ള കുറെ ഫാക്ടേഴ്സ്. അതായത് ജീൻ മ്യൂട്ടേഷൻസ് ആവാം, അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ ദ ക്രോമസോം സ്ട്രക്ചർ, നമ്പർ, അല്ലെങ്കിൽ ജനറ്റിക് റീകോമ്പിനേഷൻ ആവാം. ഇതൊക്കെ ഞാൻ നിങ്ങൾ പഠിച്ചതാണ്, മറ്റേ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചത്. പിന്നെ നാച്ചുറൽ സെലക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ, ഈ എല്ലാ ഫാക്ടേഴ്സ് ആണ് ആക്ച്വലി ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യണത്, ജനറ്റിക് വേരിയബിലിറ്റി. അത് കാരണം ഓർഗാനിക് എവല്യൂഷൻ ഉണ്ടാവുന്നു. ഇനി ജനറ്റിക് വേരിയേഷൻ എന്ന് പറയുന്നത് എന്താ, ജനറ്റിക് വേരിയേഷൻ എന്താ, ഇൻഹെറിറ്റബിൾ വേരിയേഷൻസ് ആണ്. അതാണ് ആക്ച്വലി എന്ത്, നമ്മൾ എവല്യൂഷനുള്ള റോ മെറ്റീരിയൽ. അതായത് നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ഇല്ലേ, അതുപോലെ എവല്യൂഷനുള്ള റോ മെറ്റീരിയൽ ആണ് എന്ത്, നമ്മളുടെ ജനറ്റിക് വേരിയേഷൻ. ഇനി നമ്മൾ ഒരു പോപ്പുലേഷന് കുറച്ച് എല്ലീസിനെ മാറ്റി എന്നിട്ട് പുതിയ എല്ലീസ് ഉണ്ടാക്കി അതിന് നമ്മൾ എന്താ പറയാ, ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷൻ. ഇപ്പൊ നോൺ റാൻഡം മീറ്റിംഗ് എന്തുണ്ടാക്കും, ഒരു ഡീവിയേഷൻ ഉണ്ടാക്കും. എന്തിന്റെ, ഹാർഡി വെയിൻബർഗ് ഡിസ്ട്രിബ്യൂഷൻ. ഹാർഡി വെയിൻബർഗ് ഒരു ഇക്വിലിബ്രിയം പ്രപ്പോസ് ചെയ്തിരുന്നു. അതായത് ഹാർഡിയും പിന്നെ ഒരു വെയിൻബർഗ് എന്ന ഫിസിഷ്യനും കൂടിയിട്ട് ഇക്വിലിബ്രിയം ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ്, മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആണ്. അതെന്താ, ജീൻ ഫ്രീക്വൻസീസിനെ കുറിച്ച് പഠിക്കാൻ. അപ്പൊ ഈ ജീൻ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് വേണം. അതായത് മേറ്റിംഗ് എന്തായിരിക്കണം, കംപ്ലീറ്റ്ലി റാൻഡം മേറ്റിംഗ് ആയിരിക്കണം. പിന്നെ എന്തായിരിക്കണം, മ്യൂട്ടേഷൻസ് നടക്കാൻ പാടില്ല. പിന്നെ മൈഗ്രേഷൻ ഉണ്ടാവാൻ പാടില്ല, ഇൻഡിവിജ്വൽ ഓർഗാനിസം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. പോപ്പുലേഷൻ വലുതായിരിക്കണം. പിന്നെ എല്ലാ ജീൻസിനും എന്താ, ഈക്വൽ ചാൻസ് ഉണ്ടാവണം അടുത്ത ജനറേഷനിൽ പാസ് ഓൺ ചെയ്യാൻ പറ്റാവുന്നത്. അപ്പോൾ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിന്റെ അനുസരിച്ച് നമ്മൾ ജീൻ ഫ്രീക്വൻസി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഈ ഞാൻ ഇപ്പൊ പറഞ്ഞ 5 പോയിന്റ്സ് ഇല്ലേ, ആ കണ്ടീഷൻസ് മെറ്റ് ആയ
അതിനൊരു റിലേഷൻഷിപ്പ്, ജീനോടൈപ്പിന്റെ റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. A² + 2A + A² = 1. അതിൽ ക്യാപിറ്റൽ A² എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ് അതിന്റെ ഹോമോസൈഗസ് ഡോമിനന്റ് ജീനോടൈപ്പിന്റെ. 2A എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഹെറ്ററോസൈഗസ് ആണ്. ജീനോടൈപ്പിന് സ്മോൾ A² എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് റിസസീവ് ജീനോടൈപ്പ് ആണ്. അപ്പൊ ഈ ജീൻ ഫ്രീക്വൻസിയുടെ ചേഞ്ച് ആണ് എന്തുണ്ടാക്കുക, എവല്യൂഷന്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്. ഇനി ജനറ്റിക് ഡ്രിഫ്റ്റ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സിവൽ റൈറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് 1930-ലാണ് ഡെവലപ്പ് ചെയ്തത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, നമ്മൾ പുതിയ ജീൻസിന്റെ എലിമിനേഷൻ അല്ലെങ്കിൽ അഡീഷൻ കാരണം എന്താ, ചില ജീൻസ് ഒരു ചില ക്യാരക്ടേഴ്സിനുള്ള ചില ജീൻസ് എന്താ കുറച്ച് അനിമൽസ് മൈഗ്രേറ്റ് ചെയ്യും അല്ലെങ്കിൽ അവിടെ മരിച്ചു. ഇതാണ് എന്ത് നമ്മളുടെ ബാക്കിയുള്ള പോപ്പുലേഷന്റെ ജീൻ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യാവുന്നത്. അത് കാരണം ജനറ്റിക് ഡ്രിഫ്റ്റ് ഒരു സ്മോൾ പോപ്പുലേഷൻ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനുള്ള ചേഞ്ചസ്, ഈ ഫ്രീക്വൻസി ഓഫ് ജീൻസിന്റെ ചേഞ്ചസ് ആണ് എന്ത്, ജീൻ പൂൾ. അതിനെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയാം. ഓക്കെ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഒരു പുതിയ കോളനിയിൽ അതിനെ നമ്മൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയും. കാരണം കുറച്ച് ഫൗണ്ടേഴ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. സ്മോൾ ആ ഒരു പാരന്റ് പോപ്പുലേഷൻ കുറച്ച് സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ജനറ്റിക് വേരിയബിലിറ്റി ഉള്ള ഒരു പോപ്പുലേഷൻ ആണ്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫൗണ്ടർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് ഉണ്ട്. ബോട്ടിൽ നെക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്താ, അത് ഈ പല മെമ്പേഴ്സ്, ഒരു പോപ്പുലേഷനിലെ പല മെമ്പേഴ്സിന്റെ മരണമാണ്. എന്തുകൊണ്ട്, നമ്മളുടെ കുറെ നാച്ചുറൽ കലാമിറ്റീസ്, അതായത് നമുക്കറിയാം എന്തെങ്കിലും എർത്ത് ഫ്ലഡോ സ്റ്റോം എന്തെങ്കിലും ഉണ്ടായ ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാവും. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കേരളത്തിന്റെ എക്സാമ്പിൾ നമുക്കറിയാം, 2018 ഫ്ലഡ് ഭയങ്കരമായിരുന്നു അല്ലെ. അത് കാരണം നമ്മളുടെ കുറെ പേരുടെ ലൈഫ് സ്റ്റൈൽ മാറി, കുറെ പേരുടെ ജീവൻ തന്നെ മാറി. അത് കാരണം അതൊക്കെ എന്താ നാച്ചുറൽ കലാമിറ്റീസ് ആയിരുന്നു ജസ്റ്റ്. അപ്പൊ ഈ പുതിയ പോപ്പുലേഷൻ എന്താ, ഈ ചില ട്രേറ്റ്സ് ഉണ്ടാവില്ല, അത് വാഷ് ഔട്ട് ആയി പോകും. അതിനെയാണ് നമ്മൾ പറയാ എന്താ, ബോട്ടിൽ നെക്ക് ഇഫക്റ്റ്. ജീൻ റീകോമ്പിനേഷൻ എന്താ, അത് ആക്ച്വലി ഒരു പ്രോസസ്സാണ്. എന്ത്, ഈ പുതിയ കോമ്പിനേഷൻസ് അടുത്ത് കൊണ്ടുപോകാനുള്ളത്. അതായത് ഹൈബ്രിഡൈസേഷൻ എന്താ, ഇറ്റ്സ് ആക്ച്വലി മെത്തേഡ് ആണത്. എന്തിന്, പുതിയ ജീൻസ് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ, മിക്സ് ആവാൻ രണ്ട് പോപ്പുലേഷൻ തമ്മിൽ. ഓക്കെ, ഇത്രയും എന്താ പറയാ നമുക്ക് എഴുതാം. സിന്തറ്റിക് തിയറി. സിന്തറ്റിക് തിയറി ആര് ആക്ച്വലി പറഞ്ഞത്, മോഡേൺ സിന്തറ്റിക് തിയറി പറഞ്ഞത് നമ്മളുടെ ഹക്സ്ലി ആണ്. ഓക്കെ, ഇനി ഈ സിന്തറ്റിക് തിയറി അനുസരിച്ച് ഞാൻ പറഞ്ഞിരുന്നു 5 ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ് എന്തിന്, ഈ ഓർഗാനിക് എവല്യൂഷൻ. അതെന്തൊക്കെയായിരുന്നു, ജീൻ മ്യൂട്ടേഷൻസ്, നമ്മളെ ക്രോമോസോം നമ്പറിന്റെ സ്ട്രക്ചർ എന്തെങ്കിലും എബറേഷൻസ്, ക്രോമോസോമൽ അബ്നോർമാലിറ്റീസ്, അല്ലെങ്കിൽ നമ്മളുടെ ജനറ്റിക് റീകോമ്പിനേഷൻസ്, നാച്ചുറൽ സെലക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക സിന്തറ്റിക് തിയറി അനുസരിച്ച് 5 ബേസിക് ഫാക്ടേഴ്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. അപ്പൊ ഈ തിയറി അനുസരിച്ച് എന്താണ്, 5 ബേസിക് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. അതാണ് ജീൻ മ്യൂട്ടേഷൻസ്, ചേഞ്ചസ് ഇൻ ക്രോമോസോം സ്ട്രക്ചർ, നമ്പർ, ഇതൊക്കെയാണ്. ഓക്കെ, നാലാമത്തെയാണ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, പിന്നെ 5-മത്തെ എന്താ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അപ്പൊ ഇതാണ് എന്താ മോസ്റ്റ് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ എന്താ റീസെന്റ് തിയറിയാണ് എന്തിന്റെ, ജനറ്റിക് വേരിയേഷന്റെ. ഇപ്പൊ
ജനറ്റിക് വേരിയേഷൻ എന്താ, അത് ഇൻഹെറിറ്റബിൾ വേരിയേഷൻസ് ആണ്. അതാണ് ആക്ച്വലി എന്ത് നമ്മളുടെ എവല്യൂഷനുള്ള റോ മെറ്റീരിയൽ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഞാൻ പറഞ്ഞു ജനറ്റിക് വേരിയേഷന് കുറെ കോസസ് ഉണ്ട്. അതായത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം, ജനറ്റിക് ഫാക്ടേഴ്സ് ആവാം. ജനറ്റിക് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്ന എന്താ, മൈഗ്രേഷൻ, നോൺ റാൻഡം മീറ്റിംഗ്, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, ഹൈബ്രിഡൈസേഷൻ ഒക്കെ. മൈഗ്രേഷൻ ഉണ്ട്, നോൺ റാൻഡം മീറ്റിംഗ് ഉണ്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്, മ്യൂട്ടേഷൻ ഉണ്ട്, പിന്നെ ജീൻ റീകോമ്പിനേഷൻ, ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇപ്പൊ ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷൻ എന്താ ഉദ്ദേശിക്കണം? അതായത് ഒരു പഴയ അല്ലീൽസ്, ഒരു പോപ്പുലേഷൻ ഒരു പഴയ അല്ലീൽസിനെ കളയാൻ, അല്ലെങ്കിൽ പുതിയ അല്ലീൽസിനെ ആഡ് ചെയ്യുക വേറൊരു പോപ്പുലേഷനിലേക്ക്, അതിനെയാണ് നമ്മൾ പറയുന്നത് ജീൻ ഫ്ലോ അല്ലെങ്കിൽ ജീൻ മൈഗ്രേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഹാർഡി വെയിൻബർഗ് ഡിസ്ട്രിബ്യൂഷൻ അതെന്താന്ന് നമുക്ക് പഠിക്കണം. ഹാർഡി വെയിൻബർഗ് രണ്ടു ആൾക്കാരാണ് ഒരു ഇക്വിലിബ്രിയം പ്രപ്പോസ് ചെയ്തിരുന്നു. എന്നിട്ട് കുറച്ച് ഈ ജീൻ ഫ്രീക്വൻസീസിനെ കുറിച്ച് പഠിച്ച് അവരെന്ത് ചെയ്തു, കുറച്ച് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് തന്നു. അത് വെച്ച് നിങ്ങൾക്ക് എന്താ സോൾവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നോൺ റാൻഡം മേറ്റിംഗ് ആണ് എന്ത്, ഈ ഹാർഡി വെയിൻബർഗ് ഡിസ്ട്രിബ്യൂഷൻ ഡീവിയേഷൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ജീൻ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആവണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ, മീറ്റിംഗ് കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കണം. പോപ്പുലേഷൻ എന്തായിരിക്കണം, ലാർജ് പോപ്പുലേഷൻ ആയിരിക്കണം. പിന്നെ എന്താ, എല്ലാ ജീൻസിനും എന്താ ഈക്വൽ ചാൻസ് ഉണ്ടാവണം നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ഓൺ ചെയ്യാൻ. ഇതിനാണ് നമ്മൾ ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിളിന് ഈ ജീനോടൈപ്സ് അനുസരിച്ച് ഒരു ഫോർമുല തന്നത്. A²+2AA+A² = 1. അതായത് ജീൻ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആയിരിക്കുന്നത്. A² എന്താ ഡിനോട്ട് ചെയ്യണം, അത് ജീനോടൈപ്പ് ഓഫ് ഡോമിനന്റ് ജീനോടൈപ്പ് ആണ്. ഹോമോസൈഗസ് ഡോമിനന്റ്, ഹോമോസൈഗസ് ഡോമിനന്റ്.
പിന്നെ 2A എന്ന് പറയുന്നത് ഹെട്രോസൈഗസ്. പിന്നെ A² സ്മോൾ a² എന്ന് പറയുന്നത് എന്താ, അത് ഹോമോസൈഗസ് റെസസീവ്. ഓക്കെ, ഇതാണ് ഈ ചേഞ്ചിങ്. നമ്മൾ എന്താ ജീൻ ഫ്രീക്വൻസീസ് ചേഞ്ച് ചെയ്ത് അതിന്റെ അർത്ഥം എന്താ, ആ എവല്യൂഷൻ ഉണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ എന്താ പറയാ, ഓരോ ജീനോടൈപ്പിന്റെ ഫ്രീക്വൻസീസ് നിങ്ങൾക്ക് തരാം ക്വസ്റ്റ്യനിൽ, പല ഹോമോസൈഗസ് ഹെട്രോസൈഗസ് ഒരു ട്രേറ്റിന്റെ തരും അവര്. എന്നിട്ട് നിങ്ങൾ ചോദിക്കണം ആ പോപ്പുലേഷൻ എവല്യൂഷൻ ഉണ്ടാവോ ഇല്ലേ. ഇപ്പൊ 1 ആണെന്ന് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താ, അത് എവല്യൂഷൻ ഉണ്ടാവില്ല. പക്ഷെ മാറിക്കൊണ്ടിരുന്ന എന്തുണ്ടാവും, എന്താ എവല്യൂഷൻ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കേണ്ടത് ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താണെന്നുള്ളതാണ്. ഓക്കെ, ജനറ്റിക് ഡ്രിഫ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, അതായത് സീവൽ റൈറ്റ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഡെവലപ്പ് ചെയ്തത്. അത് ആക്ച്വലി എന്താ, അത് എലിമിനേഷൻ അല്ലെങ്കിൽ എന്താ അഡീഷൻ ഓഫ് ജീൻസ് ഓഫ് സർട്ടൻ ക്യാരക്ടേഴ്സ് ആണ്. ഈ ഒരു അനിമൽസ് എന്താ മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് അത് ജനറ്റിക് ഡ്രിഫ്റ്റ്. ഓക്കെ, ഇതാണ് എന്ത് ജനറ്റിക് ഡ്രിഫ്റ്റ്. അപ്പൊ ഒരു പുതിയ കോളനിയിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാവണേന് നമ്മൾ എന്താ പറയാ, ഫൗണ്ടർ എഫക്ട്. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞു ബോട്ടിൽ നെക്ക് എഫക്ട് എന്താണ്. അതായത് ഒരു നാച്ചുറൽ കലാമിറ്റി കാരണം എന്താ ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒറിജിനൽ സൈസ് റിസ്റ്റോർ ചെയ്യാൻ എന്തുണ്ടാവും, ഈ ബാക്കിയുള്ള എത്ര ജീവിച്ചിരിക്കുന്നവർ എത്ര ബാക്കിയുണ്ടോ അവര് തമ്മിൽ മേറ്റ് ചെയ്യണം. അപ്പൊ ഈ പോപ്പുലേഷനിൽ കുറച്ച് ജീൻസ്, പുതിയ പോപ്പുലേഷനിൽ കുറച്ച് ജീൻസ് ഒക്കെ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ അതെന്താ ഈ ഒറിജിനൽ സൈസ് റിസ്റ്റോർ ചെയ്യാൻ ബാക്കിയുള്ളവർ തമ്മിൽ മീറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ജീൻ റീകോമ്പിനേഷൻ. ജീൻ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താ, അത് ആക്ച്വലി എന്താ ഒരു പ്രോസസ്സാണ്. അത് പുതിയ കോമ്പിനേഷൻസ് ഉണ്ടാക്കും ഈ ജീൻസ്. നമ്മൾ പഠിച്ചിരുന്നു ലിങ്കേജ്. ഈ ലിങ്കേജ് ഒക്കെ കുറവുള്ള ജീൻസിൽ എന്താ റീകോമ്പിനേഷൻ നടക്കാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. ലിങ്കേജ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ജീൻസ്. ഓർമ്മയില്ലേ? ഇനി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് എന്താ, ഹൈബ്രിഡൈസേഷൻ എന്ന ഒരു മെത്തേഡാണ്. രണ്ട് പോപ്പുലേഷൻ തമ്മിലുള്ള ജീൻസ് മിക്സ് ചെയ്യാൻ നമ്മളുള്ള മെത്തേഡാണ് ഹൈബ്രിഡൈസേഷൻ. ഹൈബ്രിഡൈസേഷൻ കാരണം എന്തുണ്ടാവും, ജീൻ ഫ്രീക്വൻസീസ് മാറും. അത് കാരണം എന്താ നമ്മളുടെ ഫീനോടൈപ്പ് എന്താ ഓഫ് സ്പ്രിങ്ങിനെ മാറും.
ഇതാണ് എന്ത് ഹൈബ്രിഡൈസേഷൻ. മനസ്സിലായല്ലോ? മനസ്സിലായല്ലോ? ഇതാണ് ഹൈബ്രിഡൈസേഷൻ. അത് കഴിഞ്ഞ് എന്ത് നമുക്ക് പഠിക്കണം? നാച്ചുറൽ സെലക്ഷൻ. അത് ഞാൻ പറഞ്ഞു, അതെന്താ ഡിഫറൻഷ്യൽ റീപ്രൊഡക്ഷൻ ആണ്. എന്തിന്? അത് ആക്ച്വലി ഒരു കുറച്ച് പേരെ സെലക്ട് ചെയ്യും, എന്നിട്ട് ആ ഫിറ്റ് ആയ ആൾക്കാരെ മാത്രം ജനറേഷൻസ് എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ അവര് സഹായിക്കും. ഇനി ബയോളജിസ്റ്റ് എന്താ 3 മേജർ കാറ്റഗറീസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ കണ്ടിരുന്നു, ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഇഫക്ട് ഓൺ പോപ്പുലേഷൻ ഓവർ ടൈം. ഓക്കെ, അതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ ഉണ്ട്, ഡയറക്ഷണൽ സെലക്ഷൻ ഉണ്ട്, ഡിസ്ട്രപ്റ്റീവ് സെലക്ഷൻ ഉണ്ട്. സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി എന്താ ഫേവർ ചെയ്യുക നമ്മള് ഇൻഡിവിജ്വൽസ് ഒരു ഇൻഡിവിജ്വൽസ് ഉണ്ടാവും, ഒരു ആവറേജ് വാല്യൂ ഓഫ് ട്രേറ്റ്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യും സെലക്ട് ചെയ്യും എഗെയിൻസ്റ്റ് ഈ ഇൻഡിവിജ്വൽസ് വിത്ത് എക്സ്ട്രീം വാല്യൂസ്. മനസ്സിലായല്ലോ? ഈ ഡയറക്ഷണൽ സെലക്ഷൻ എന്ത് ചെയ്യും? അത് ആക്ച്വലി ഒരു എക്സ്ട്രീം റേഞ്ചുള്ള വേരിയേഷൻ മാത്രം സെലക്ട് ചെയ്യും ഒരു ഡയറക്ഷൻ പോകും. ഇതാണ് ഡയറക്ഷണൽ സെലക്ഷൻ. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്താ? അത് ആക്ച്വലി 2 എക്സ്ട്രീം ഉള്ള വേരിയേഷൻസിനെയാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പൊ സെലക്ഷൻ എന്താ? ഈ മിഡിൽ ഓഫ് ദ കർവിന്റെ എഗെയിൻസ്റ്റ് ആണ്. മനസ്സിലായല്ലോ? ഇതിന്റെ എക്സാമ്പിൾസ് ആണ്, നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിൾസ് ആണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. അത് ആക്ച്വലി ബാർനറ്റ് കെറ്റ്വെൽ ആണ് ആക്ച്വലി ഫിനോമിന സ്റ്റഡി ചെയ്തത്. അപ്പൊ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പ് ഈ ഡൾ ഗ്രേ ഫോം ഓഫ് മോത്താണ് ഡിസ്റ്റൻ ബെറ്റുലാരിയ വാസ് ഡോമിനന്റ്. ദ കാർബോണേരിയ ഫോം ആണ് റെയർ, ബ്ലാക്ക് ഫോം. അതായത് പെപ്പേർഡ് മോത്ത് ആയിരുന്നു ഡോമിനന്റും ബ്ലാക്ക് മോത്ത് റെയർ ആയിരുന്നു. കാരണം ഈ ബ്ലാക്ക് എന്തായിരുന്നു റേഡിയേഷൻ കാരണം അവർ സസെപ്റ്റബിൾ ആയിരുന്നു. അപ്പോ ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്തുണ്ടായി? കുറെ സ്മോക്ക് ഉണ്ടായി ആ സമയത്ത്. ഇൻഡസ്ട്രീസ്, ഈ ഫാക്ടറീസ് ഒക്കെ ഓരോ കത്തിച്ച് വിട്ടുന്ന വായു മൊത്തം സ്മോക്ക് ആണ്. അത് കാരണം ഈ സ്മോക്ക് ഈ ട്രീ ട്രങ്ക്സിലാണ് അവർ ഡെപ്പോസിറ്റ് ആയി. അപ്പൊ അവര് ബ്ലാക്ക് ആയി. അപ്പൊ ഈ ഗ്രേ വെറൈറ്റീസ് എന്തായി? ബ്ലാക്ക് ഇതിന് സസെപ്റ്റബിൾ ആവും. ബ്ലാക്ക് ഫോം എന്ത് ചെയ്യും? ഫ്ലറിഷ് ആവും. അപ്പൊ ഈ ബ്ലാക്ക് ഫോം ഫ്ലറിഷ് ആവുമ്പോ ബ്ലാക്ക് ആവുമ്പോ ഈ ബേർഡ്സ് ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ അത് കാരണം എന്താ അപ്പൊ ഇയാള് വിചാരിച്ചു ഞാൻ ഈ കോളിന് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റി വെച്ച് നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഈ സ്മോക്ക് പ്രൊഡക്ഷൻ കുറയും. അപ്പൊ എന്തുണ്ടായി? നമ്മളുടെ ബ്ലാക്ക് മോത്തിന്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, പക്ഷെ ഫ്രീക്വൻസി ഗ്രേ മോത്ത്സ് വീണ്ടും കൂടി തുടങ്ങി. ഓക്കെ, പിന്നെ അടുത്ത എക്സാമ്പിൾ ആണ് നാച്ചുറൽ സെലക്ഷന്റെ, അതായത് ഡ്രഗ് റെസിസ്റ്റൻസ്. ഈ ഡ്രഗ്സ് എന്ത് ചെയ്യും? ഈ കുറച്ച് പാത്തോജൻസിനെ എലിമിനേറ്റ് ഇൻഎഫക്റ്റീവ് ആവും കുറെ കോഴ്സ് ഓഫ് ടൈം കഴിയുമ്പോൾ. അതായത് ഒരു ആന്റിബയോട്ടിക് നിങ്ങൾ 5 വർഷം മുമ്പ് എടുത്ത ഒരു ആന്റിബയോട്ടിക് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. അത് ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ കഴിച്ചത് നിങ്ങളുടെ ബോഡിക്ക് വർക്ക് ആവുന്നില്ല. കാരണം നിങ്ങളുടെ ബോഡിയിലുള്ള എന്താ പറയാ ബാക്ടീരിയ, വൈറസ് എന്താണെങ്കിൽ റെസിസ്റ്റന്റ് ആയിക്കൊണ്ടിരിക്കും അതിനെതിരെ. മനസ്സിലായല്ലോ? അതാണ് ഡ്രഗ് റെസിസ്റ്റൻസ്. അത് നാച്ചുറൽ സെലക്ഷൻ എക്സാമ്പിൾ ആണ്. പിന്നെ സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ മലേറിയ. ഈ സിക്കിൾ സെൽ അനീമിയക്ക് ഹോമോസൈഗസ് ഉള്ളവർ എന്ത് ചെയ്യും? ഈ ഏർലി ഏജിൽ തന്നെ അവർ മരിക്കും. പക്ഷെ ഹെട്രോസൈഗസ് ആണ്, അതായത് അവർക്ക് അവരാണ് നമ്മളുടെ ഈ സിക്കിൾ സെൽ ട്രേറ്റ് എന്ന് പറയുന്നത്. അവര് എന്ത് ചെയ്യും? അവര് ജീവിക്കും, പക്ഷെ അവരുടെ RBC സിക്കിൾ ആയതുകൊണ്ട് എന്തുണ്ടാവും? അവരുടെ മലേറിയ പാരസൈറ്റ് അതിന് കൊല്ലാൻ സഹായിക്കും. അപ്പോ ഈ സിക്കിൾ സെല്ലിലുള്ളവർക്ക് ഈ മലേറിയ ഇൻഫെക്ഷനും കോപ്പ് ചെയ്യാനുള്ള മെക്കാനിസം നല്ലതാണ്. പിന്നുള്ള എക്സാമ്പിൾ ആണ് മലേറിയയും G6PD ഡെഫിഷ്യൻസി. G6PD ഡെഫിഷ്യൻസി കോമൺ അബ്നോർമാലിറ്റി നീഗ്രോസിൽ കാണുന്നു. അപ്പൊ ഹീമോഗ്ലോബിൻ ഡീനേച്ചർ ആവും, എന്നിട്ട് അവർ ഡെപ്പോസിറ്റ് ചെയ്യും സെൽ മെംബ്രെയിനിൽ. അപ്പൊ അതിനെയാണ് ഫാഗസ് എന്ന് പറയാം. പക്ഷെ ഈ RBCസിൽ ഈ മലേറിയ പാരസൈറ്റ് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ RBCs. അപ്പൊ അങ്ങനെയുള്ള പേഴ്സൺസ് ആക്ച്വലി പ്രൊട്ടക്റ്റഡ് ആണ്. ഈ മലേറിയ കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആണ് G6PD ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നാച്ചുറൽ സെലക്ഷന്റെ കുറച്ച് ടൈപ്സ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ആണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ.
സ്റ്റെബിലൈസിങ് സെലക്ഷൻ എന്താ ഞാൻ പറഞ്ഞിരുന്നു. അത് ആക്ച്വലി നമ്മൾ സെലക്ഷൻ എന്ത് ഫേവർ ചെയ്യും, ഈ ആവറേജ് വാല്യൂ ഉള്ള ട്രേറ്റിനെയാണ് ഇൻഡിവിജ്വൽസിന് ആവറേജ് വാല്യൂ ഉള്ള ആവറേജുകാരെയാണ് അവർ സെലക്ട് ചെയ്യുക സ്റ്റെബിലൈസ് ചെയ്യാൻ. ഓക്കെ, എക്സ്ട്രീം വേരിയൻസ് ഉള്ളവർ എന്താവും സെലക്ട് ആവില്ല അങ്ങനത്തെ ഇൻഡിവിജ്വൽസ്. മനസ്സിലായല്ലോ? ഇനി ഡയറക്ഷൻ പേരിൽ തന്നെ അതൊരു ഡയറക്ഷൻ മാത്രം ഫേവർ ചെയ്യുള്ളൂ, അതായത് ഒരു എക്സ്ട്രീം റേഞ്ച് ഓഫ് വേരിയേഷൻ മാത്രം ഫേവർ ചെയ്യും. ഡിസ്റപ്റ്റീവ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി രണ്ട് എക്സ്ട്രീം ഓഫ് വേരിയേഷൻസിനെയാണ് അവർ സെലക്ട് ആക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓരോന്നിന്റെയും ഗ്രാഫ് ഞാൻ കാണിച്ചു തരാം. ഇത് സ്റ്റെബിലൈസിങ് സെലക്ഷൻ, അതെ ഇതാണ് സ്റ്റെബിലൈസിങ് സെലക്ഷൻ. ഇനി നമ്മളുടെ ഡയറക്ഷനിലാണെങ്കിൽ എന്താ ഈ പീക്ക് ഇത്തിരി ഷിഫ്റ്റ് ആവും ഇങ്ങോട്ടേക്ക്. പിന്നെ ഡിസ്റപ്റ്റീവ് ആണെങ്കിൽ അവർക്ക് എന്താ രണ്ട് എക്സ്ട്രീമിനെയാണ് അവർ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക, അതെ ഇതും ഇതും. ഇതാണ് ഡിസ്റപ്റ്റീവ് ടൈപ്പ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം നാച്ചുറൽ സെലക്ഷൻ്റെ. അതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം, ഫസ്റ്റ് വൺ. അപ്പൊ ഈ ഇൻഡസ്ട്രിയൽ മെലാനിസം അനുസരിച്ച് എന്താ, ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ മുമ്പ് ഗ്രേ ഫോം ആയിരുന്നു ഡോമിനന്റ്. കാരണം എന്താ, ഈ ബ്ലാക്ക് എന്തായിരുന്നു റെയർ, കാരണം അത് ഈ ബേർഡ്സിന് ക്യാച്ചി കളറായിരുന്നു, ബേർഡ്സിന് പെട്ടെന്ന് പിടിക്കാൻ പറ്റാവുന്ന കളറായിരുന്നു ബ്ലാക്ക്. ബ്ലാക്ക് എണ്ണം കുറവായിരുന്നു. പക്ഷെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് എന്തായി, ഈ കാർബണും സ്മോക്ക് ഒക്കെ എന്താ ഈ ട്രീസ് വന്ന് ഒട്ടിപ്പിടിച്ചിരുന്നപ്പോ ട്രീസ് എന്തായി ബ്ലാക്ക് ആയി മാറി. അപ്പൊ അതിൽ ഗ്രേ എടുത്ത് കാണുമല്ലോ. അപ്പൊ അതിന് ഗ്രേ എടുത്ത് കാണാണ്ടിരിക്കാൻ എന്താ ഈ ബ്ലാക്ക് കളർ മോത്സിന്റെ എണ്ണം കൂടിക്കൊണ്ടു വന്നു. അപ്പൊ അതാണ് നാച്ചുറൽ സെലക്ഷൻ. പക്ഷെ ഇൻഡസ്ട്രിയലൈസേഷൻ കഴിഞ്ഞിട്ട് എന്താ, അപ്പൊ റെവല്യൂഷൻ കഴിഞ്ഞപ്പോ ഈ ലാർജ് സ്കെയിൽ സ്മോക്ക് പ്രൊഡക്ഷൻ കാരണം ട്രീ ട്രങ്ക്സ് ബ്ലാക്ക് ആയി മാറി. അപ്പൊ എന്തുണ്ടായി, ഗ്രേ വെറൈറ്റീസ് എന്തായി സസെപ്റ്റബിൾ ആയി പ്രിഡേറ്റേഴ്സിന്, ബ്ലാക്ക് ഫോം ഫ്ലറിഷ് ചെയ്തു. പിന്നുള്ള എക്സാമ്പിൾ ആണ് ഡ്രഗ് റെസിസ്റ്റൻസ്. അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാം. ഓവർ ദ കോഴ്സ് ഓഫ് ടൈം എന്താ കുറച്ച് ആന്റിബയോട്ടിക്സ് നമ്മുടെ ആ ബാക്ടീരിയക്ക് അഗെയിൻസ്റ്റ് എന്താ വർക്ക് ആവില്ല. മൂന്നാമത്തെ ആണ് നമ്മളുടെ സിക്കിൾ സെൽ അനീമിയയും മലേറിയയും.
നാലാമത്തെ എന്താ, G6PD ഡെഫിഷ്യൻസി ഉള്ളവർ എന്താ പ്രൊട്ടക്റ്റീവ് ആണ്. കാരണം G6PD RBC മെമ്പറിനെ ഇൻടാക്ട് ആക്കാൻ വേണ്ടി സഹായിക്കണം. അപ്പൊ G6PD ഇല്ലെങ്കിൽ RBCs ബ്രേക്ക് ഡൗൺ ആവും പെട്ടെന്ന്, ലൈഫ് സൈക്കിൾ കുറയും. അപ്പൊ മലേറിയ പാരസൈറ്റ് എന്താ ഒത്തിരി ഡേയ്സ് വേണം ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ. അതിനുള്ളിൽ RBC ലൈസസ് ആയ മലേറിയ പാരസൈറ്റ് ഉണ്ടാവും, ലൈസസ് ആയിട്ടും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് എന്താ മലേറിയ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഈ ചാപ്റ്റർ, അതായത് ഡ്രഗ് റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞ ചാപ്റ്റേഴ്സ് ആണ് ഇത്. ഇനി നമുക്ക് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ മാത്രം കൂടി നോക്കാവുള്ളൂ. അപ്പൊ 15 million years ago ആണ് ഈ പ്രൈമേറ്റ്സ് ഉണ്ടായി ഫസ്റ്റ്. അതായത് ഡ്രയോപൈത്തീക്കസും രാമപൈത്തീക്കസും. രാമനനുസരിച്ച് അങ്ങനെയാണ് രാമന്റെ പേര് അങ്ങനെ വന്ന, രാമപൈത്തീക്കസും ഡ്രയോപൈത്തീക്കസും. അവര് ഹെയറി ആയിരുന്നു, ഗൊറില്ല പോലെ ആയിരുന്നു അവർ നടക്കുന്നുണ്ടായ. രാമപൈത്തീക്കസ് നിങ്ങൾ ആയിരിക്കും, രാമൻ മനുഷ്യൻ പോലെയല്ല. അപ്പൊ രാമൻ ഇത്തിരി മനുഷ്യന്മാരെ പോലെയായിരുന്നു, പക്ഷെ ഡ്രയോപൈത്തീക്കസ് എന്തായിരുന്നു, ഏപ്പ് ലൈക്ക് ആയിരുന്നു. ഇതിന്റെ കുറച്ച് ഈ മാൻ ലൈക്ക് ബോൺസ് നമ്മളുടെ എത്യോപ്യയിലും ടാൻസാനിയയിലും അതിന്റെ ഫോസിൽസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഫോസിൽസ് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി, അവർക്ക് ഹോമിനിഡ് ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഈ 3 to 4 million years ago എന്ന മാൻ ലൈക്ക് പ്രൈമേറ്റ്സ് ആയിരുന്നു നമ്മളുടെ ഈസ്റ്റേൺ ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരുന്നത്. അവർ ആക്ച്വലി അത്ര നീളമുള്ളവരല്ല, കുറച്ച് ഈ 4 ഫീറ്റിനേക്കാളും കുറവാണ്, നിങ്ങളെക്കാളും ഹൈറ്റ് കുറവുള്ളവരായിരിക്കും അവര്. പക്ഷെ അവര് വാക്ക്ഡ് അപ്രൈറ്റ്, കുനിഞ്ഞല്ല നേരെ നടന്നിരുന്നു. 2 million years ago ആണ് നമ്മളുടെ ഓസ്ട്രാലോപൈസീൻസ് ആണ് ഒരു ഈസ്റ്റ് ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡ്സിൽ കണ്ടത്. അവരെ എവിഡൻസ് എന്ത് കണ്ടു, ആ എവിഡൻസിൽ നമുക്ക് അവര് മനസ്സിലാക്കി 2 million കുറച്ചും കൂടി നമ്മളുടെ ടൈം ലൈനിൽ അടുത്താണ്. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ സ്റ്റോൺ വെപ്പൻസ് കൊണ്ടാണ് ഹണ്ട് ചെയ്തത്. അത് കാരണം അവര് ഇടയ്ക്ക് ഫ്രൂട്ടും തിന്നാറുണ്ടായിരുന്നു. ഈ അവരുടെ ഇവരെയാണ് ആക്ച്വലി ഇൻ ദ ഫസ്റ്റ് ഹ്യൂമൻ ലൈക്ക് ബീയിങ് ഹോമിനിഡ് എന്ന് പറയാം. കാരണം ഇവർക്ക് ഹോമോ ഹാബിലിസ് എന്നും പറഞ്ഞിരുന്നു. ഇവരെ ബ്രെയിൻ കപ്പാസിറ്റീസ് വേറെ ആയിരുന്നു, അതായത് 650 to 800 cc ബ്രെയിൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. അവര് മീറ്റ് തിന്നിരുന്നില്ല. ഓക്കെ, ഈ ജാവയിൽ ഡിസ്കവർ ചെയ്ത് 1891 കുറച്ച് ഫോസിൽസ്, അതാണ് ഹോമോ ഇറക്ടസ്. അത് 1.5 million years ago. ഹോമോ ഇറക്ടസിന് വലിയ ബ്രെയിൻ ആയിരുന്നു. അതായത് നമ്മളുടെ ഈ മനുഷ്യന്റെ എവല്യൂഷന്റെ ഈ കുരങ്ങൻ തൊട്ട് മനുഷ്യനാവുന്ന സമയം തൊട്ട് ഈ ബ്രെയിനിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യാം. ഓക്കെ, ഹോമോ ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യുന്നത്, അത് ഞാൻ അങ്ങനെ ടെക്സ്റ്റ് ലൈൻ ചെയ്യണം ജസ്റ്റ്. ഓക്കെ, ഇനി നിയാൻഡർതാൽ മാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആളുടെ ബ്രെയിൻ സൈസ് എത്രയായിരുന്നു, 1400 cc ആയിരുന്നു. അത് ആക്ച്വലി സെൻട്രൽ ഏഷ്യയിലാണ് ആള് ജീവിച്ചിരുന്നത്. അവരെന്ത് ചെയ്യും, നമ്മളുടെ ഈ ഹൈഡ്സ്, ടീ ബാഗ്സ്, ട്രീന്റെ ബാഗ്സ് ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്തിരുന്നു. അവരുടെ പിന്നെന്താ ഈ മരിച്ചവരെന്ത് ബറി ചെയ്തുകൊണ്ടിരുന്നു. ഐസ് ഏജിന്റെ സമയത്താണ് ഈ ഹോമോസാപ്പിയൻസ്, മോഡേൺ ഹോമോസാപ്പിയൻസ് ഉണ്ടായി തുടങ്ങിയ ഐസ് ഏജിന്റെ സമയത്താണ്. അത് ആക്ച്വലി നമ്മൾ ഈ കേവ് ആർട്ട്, അതായത് പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ട് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഈ ബിംബേദ്ക റോക്ക് ഷെൽട്ടർ ഉണ്ട് റേസൻ ഡിസ്ട്രിക്ട് MP-യില്, അവിടെയൊക്കെ കാണാം. അഗ്രികൾച്ചറും ഉണ്ടായിരുന്നു 10,000 years ബാക്ക്. അപ്പൊ ഇതാണ് ആക്ച്വലി ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാം, NCERT ക്വസ്റ്റ്യൻസ് ചെയ്യാം, എക്സസൈസസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം നമുക്ക്. ഇത് ഞാൻ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് അല്ലെ, നിങ്ങൾ പറ. ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഒബ്സർവ്ഡ് ഇൻ ബാക്ടീരിയ ഇൻ ലൈറ്റ് ഓഫ് ഡാർവിനിയൻ സെലക്ഷൻ തിയറി. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ആന്റിബയോട്ടിക് ഉള്ളപ്പോ ഈ ബാക്ടീരിയ സെൻസിറ്റീവ് ആയിരിക്കും ആദ്യം. അപ്പൊ ബാക്ടീരിയ ആയിരിക്കും. പക്ഷെ ഈ ബാക്ടീരിയക്ക് മ്യൂട്ടേഷൻ നടക്കുന്നുണ്ട്, ജനറ്റിക് വേരിയേഷൻ നടക്കുന്നുണ്ട് ബാക്ടീരിയക്ക്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കിയ ആന്റിബയോട്ടിക് ഒരു സ്പെസിഫിക് ന്യൂട്ടനെതിരെയാണ്. അപ്പൊ അവർക്ക് ഈ പുതിയ മ്യൂട്ടൻസിന് ഈ സർവൈവ് ചെയ്യാൻ പറ്റും ഈ ആന്റിബയോട്ടിക്കിനെ.
എന്നിട്ട് അവർ മൾട്ടിപ്ലൈ ഇൻക്രീസിങ് നമ്പർ. അതാണ് ഈ ചിലത് നമ്മൾ പറയും ആന്റിബയോട്ടിക് കഴിച്ചിട്ട് എന്റെ പനി മാറുന്നില്ല അല്ലെങ്കിൽ എന്റെ ജലദോഷം മാറുന്നില്ല. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഇന്ന് കോവിഡിന്റെ കേസസ് കൂടിക്കൊണ്ടിരിക്കുക. അതെന്താ ഒരു പുതിയ വേരിയന്റ് ആണ്, J2 വേരിയന്റ് ആണ്, ഒമൈക്രോണിന്റെ J2 വേരിയന്റ് ആണ്. അപ്പൊ അത് ആക്ച്വലി നമ്മൾ വാക്സിൻ എടുത്തവർക്ക് അത് വരാൻ കാരണം എന്താ, നമ്മൾ എടുത്തപ്പോൾ വാക്സിൻ അപ്പോഴത്തെ വേരിയന്റ്, അപ്പോഴത്തെ കൊറോണ വൈറസിന്റെ വേരിയന്റിന്റെ എതിരെയാണ് നമ്മൾ ആ വാക്സിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ പുതിയ വേരിയന്റുകളല്ല. അപ്പൊ ഈ പുതിയ വേരിയന്റ് ഫ്ലറിഷ് ചെയ്യും. അത് കാരണമാണ് നമ്മളെ കേസസ് ഒക്കെ വീണ്ടും കൂടി തുടങ്ങുന്നത്, പുതിയ മ്യൂട്ടേഷൻ കാരണം. ഓക്കെ. പക്ഷെ മ്യൂട്ടേഷൻ നടന്നാൽ അവർ ഈ ഇഫക്റ്റിനെ സർവൈവ് ചെയ്യും. ഓക്കെ, ഇതാണ് എന്ത് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താ, ഫൈൻഡ് ഔട്ട് ഫ്രം ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് പോപ്പുലർ സയൻസ് ആർട്ടിക്കിൾസ് ഓഫ് എനി ന്യൂ ഫോസിൽ ഡിസ്കവറീസ് ആൻഡ് എനി കോൺട്രവേഴ്സീസ് അബൌട്ട് എവല്യൂഷൻ. അത് ആക്ച്വലി ഞാൻ ഇപ്പൊ റിസർച്ച് ചെയ്തപ്പോൾ കണ്ടെന്താ, സയന്റിസ്റ്റ് ഒരു 60 മില്യൺ ഇയർ ഓൾഡ് ക്രീച്ചറിനെ മൊറോക്കോയിൽ കണ്ടിരുന്നു. അത് ആക്ച്വലി റാബിറ്റ് സൈസ്ഡ് ആൻസിസ്റ്റർ ആണ് നമ്മളുടെ എന്തിന്റെ, എലിഫന്റിന്റെ. ഇതിന്റെ റാബിറ്റ് സൈസ് എന്താ, ഈ എലിഫന്റ് സ്കൾ ഫ്രാഗ്മെന്റ്സ് കണ്ടുപിടിച്ചു കാസബ്ലാങ്കയിലും മൊറോക്കോയിലും. അപ്പൊ ഈ ക്രീച്ചറിനെ പറഞ്ഞത് എരിത്തീരിയം അസോറോറും അല്ലെങ്കിൽ ബോൾസ്റ്റേഴ്സ്. അപ്പൊ അത് കാരണം എന്താ, ഇതിന് കുറച്ച് അധികം ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അത് മാമൽസിന്റെ ആൻസിസ്റ്റേഴ്സ് ആണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ തന്നെ നോക്കുക. അതൊരു റിസർച്ചിങ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ റിസർച്ച് ചെയ്ത് നോക്കുക. ഇനി attempt giving a clear definition of the term species. സ്പീഷീസ് എന്തായിരിക്കും? അത് ആക്ച്വലി ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലേ. അവർക്ക് പിന്നെ എന്ത് ചെയ്യാം, ഇന്റർബ്രീഡ് ചെയ്യാം നാച്ചുറൽ കണ്ടീഷൻസിൽ അല്ലെ. എന്നിട്ട് അവരെന്ത് ഫെർട്ടൈൽ ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കും. അതാണ് ദ സ്പീഷീസ്. ഓക്കെ, ഇതാണ് എന്ത് സ്പീഷീസ്. ഇനി എന്താ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ട്രൈ ടു ട്രേസ് ഔട്ട് ദ വേരിയസ് കമ്പോണൻസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഇപ്പൊ ഇന്ന് പറഞ്ഞ കേസാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഡ്രയോപൈത്തീക്കസ് ഉണ്ടായേ, അത് ആക്ച്വലി ഏപ്പ് ലൈക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നു റാമാപൈത്തീക്കസ്. അവർ രണ്ടുപേരും ഏകദേശം സെയിം ടൈം പീരീഡിലായിരുന്നു. പക്ഷെ റാമാപൈത്തീക്കസ്, ശ്രീരാമൻ ഓർത്തു വയ്ക്കുക, രാമൻ മനുഷ്യൻ പോലെയല്ല, മോർ മാൻ ലൈക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് ഓസ്ട്രാലോപൈത്തീക്കസ് വന്നു. അത് ആക്ച്വലി മാൻ ലൈക്ക് ആയിരുന്നു. കെനൈൻസ് ഉണ്ടായിരുന്നു, ഇൻസിസേഴ്സ് ഉണ്ടായിരുന്നു, ആ ഒരു ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിരുന്നു. ബ്രെയിൻ കപ്പാസിറ്റീസ് ആക്ച്വലി 400 to 600 cc ഇടയിലായിരുന്നു. അത് കഴിഞ്ഞ് ഹോമോ ഹാബിലിസ്, അതാണ് ഫസ്റ്റ് ഹ്യൂമൻ ബീങ് ലൈക്ക്. അപ്പോൾ ഹ്യൂമൻ ബീങ് ലൈക്ക് ആവുമ്പോൾ നമ്മുടെ കെനൈൻസ് എന്തായി റെഡ്യൂസ് ആയി വരും. അപ്പൊ അവരാണ് ഫസ്റ്റ് ടൂൾ മേക്കേഴ്സ്. പിന്നെ അവരുടെ ബ്രെയിൻ കപ്പാസിറ്റി 650 to 800 cc ഇടയിലുണ്ട്. അത് കഴിഞ്ഞാൽ ഹോമോ ഇറക്ടസ്, അവരാണ് ആക്ച്വലി സ്റ്റോൺ പിന്നെ ബോൺ ടൂൾസ് ഒക്കെ യൂസ് ചെയ്ത് എന്തിന് ഹണ്ട് ചെയ്യാൻ. പിന്നെ നിയാൻഡർതാൽസ് എന്താ, അവർ കേവ് ഡ്വെല്ലേഴ്സ് ആയിരുന്നു. അവര് ഈ മരത്തൊലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരുടെ ബോഡി പ്രൊട്ടക്ട് ചെയ്യാൻ. പിന്നെ അവരാണ് ആദ്യമായിട്ട് മരിച്ചവരെ ബറി ചെയ്യാൻ തുടങ്ങിയത്. പിന്നെയുള്ള നമ്മളുടെ മോഡേൺ ഹോമോസാപ്പിയൻസ് ആണ്. അവർ ഈ കേവ്സിലൊക്കെ ഉണ്ടായിരുന്നു, ബിംബേത്ക കേവ്സിലൊക്കെ നമുക്ക് അവരെ കുറിച്ച് പഠിക്കാൻ പറ്റും. ഞാൻ വേണമെങ്കിൽ എഴുതിത്തരാം.
പിന്നെ ഹോമോ ഹാബിലിസ്, പിന്നെ ഹോമോ ഇറക്ടസ്, ഹോമോ നിയാൻഡർതാലിനസ്, പിന്നെ ഹോമോ സാപ്പിയൻസ്, അതായത് ഇപ്പോഴത്തെ മോഡേൺ മാൻ. ഇതാണ് ഓരോ സ്പീഷീസ് ഓഫ് ഹ്യൂമൻസ്. ഇനി ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്, ഇത് കുറച്ചും കൂടി റിസർച്ച് ടൈപ്പ് ടോപ്പിക്കാണ് എവല്യൂഷൻ. അപ്പൊ ഇതിന്റെ ക്വസ്റ്റ്യൻസ് അങ്ങനെ കുറവായിരിക്കും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുക. പക്ഷെ നീറ്റ് വൈസ് എന്താ ഇമ്പോർട്ടന്റ് ആണ്. Find out through internet and popular science in the science articles whether animals other than man have self-consciousness. ഇപ്പൊ സെൽഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഒരു മെന്റൽ ലിങ്ക് ആണ്, നമ്മളുടെ ഒരു അവയർനെസ് ആണ് നമ്മളെ കുറിച്ച്, നമ്മൾ എവിടെയാണ്, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നു, അതിന്റെ ഒരു സെൽഫ് അവയർനെസ് ആണ് സെൽഫ് കോൺഷ്യസ്നെസ്. ഇനി ഹ്യൂമൻസ് അല്ലാണ്ട് കുറെ സ്പീഷീസ് ഉണ്ട് ഈ സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളവര്. അതാണ് ഡോൾഫിൻ, ക്രോ, പാരറ്റ്, ഗൊറില്ല. ഓക്കെ, ഇതാണ് എന്താ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലിസ്റ്റ് 10 മോഡേൺ ഡേ അനിമൽസ് ആൻഡ് യൂസിങ് ദി ഇന്റർനെറ്റ് റിസോഴ്സസ് ലിങ്ക് ഇറ്റ് ടു കറസ്പോണ്ടിങ് ഏൻഷ്യന്റ് ഫോസിൽ. ഇത് നിങ്ങൾ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. മാൻ, ഡോഗ്, ചിമ്പാൻസി, എലിഫന്റ്, ഹോഴ്സ്, ഗൊറില്ല, കാമൽ, വെയിൽ, ഫിഷ്, ഒക്ടോപ്പസ്, എന്ത് വേണമെങ്കിലും ആവാം. മാൻ, ഡോഗ്, ചിമ്പാൻസി, എലിഫന്റ്, ഹോഴ്സ്, ഗൊറില്ല, കാമൽ. ഇനി പ്രാക്ടീസ് ഡ്രോയിങ് വേരിയസ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അതായത് ഈ ചാപ്റ്ററിൽ കൊടുത്ത ഓരോ ഡയഗ്രങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, വരച്ച് പഠിക്കാവുന്നേ ഉള്ളത്. ഈ ഡൈനസോഴ്സിന്റെ പല ഇത് എവല്യൂഷൻ എപ്പോൾ നടന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ആൻജിയോസ്പേംസിന്റെ, അപ്പൊ അതൊക്കെ വരയ്ക്കാനാണ് അവർ പറഞ്ഞേക്കണം. അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാൻ നല്ല താല്പര്യം ഉണ്ടെങ്കിൽ വരച്ചോളൂ. ഞാൻ വരയ്ക്കണമെന്നൊന്നും പറയില്ല, അത് ജസ്റ്റ് സില്ലി ക്വസ്റ്റ്യൻ ആണ്. Question number 8. Describe one example of adaptive radiation. അഡാപ്റ്റീവ് റേഡിയേഷൻ ഞാൻ പറഞ്ഞിരുന്നു. അതായത് നമ്മളുടെ ഈ ഡാർവിന്റെ ഫിഞ്ചസ് ഉണ്ട് ഗാലപ്പാഗോസ് ഐലൻഡിൽ, അതാണ് എക്സാമ്പിൾ. അതായത് അവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു, പക്ഷെ ടൈം പാസ് ആയപ്പോൾ അവർ എവല്യൂഷൻ വന്നു, അവരെന്തെയും അഡാപ്റ്റ് ചെയ്തു അവരുടെ ഫുഡ് ഹാബിറ്റാറ്റ് അനുസരിച്ച്. അതാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ക്യാൻ വി കോൾ ഹ്യൂമൻ എവല്യൂഷൻ ആസ് അഡാപ്റ്റീവ് റേഡിയേഷൻ? ഇപ്പൊ ഹ്യൂമൻ എവല്യൂഷൻ അഡാപ്റ്റീവ് റേഡിയേഷൻ പറയാൻ പറ്റില്ല. കാരണം എന്താ, അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു എവല്യൂഷണറി പ്രോസസ്സാണ്. അതായത് ഒരു സിംഗിൾ സ്പീഷീസ് പുതിയ സ്പീഷീസ് റാപ്പിഡ്ലി ഉണ്ടായി ഡൈവേഴ്സിഫൈ ചെയ്യും. പക്ഷെ ഹ്യൂമൻ എവല്യൂഷന്റെ കേസ് അതാണോ? അല്ലല്ലോ. സെയിം സ്പീഷീസ് തന്നെയല്ലേ വീണ്ടും വീണ്ടും ഉണ്ടാവണം. അപ്പൊ അത് അഡാപ്റ്റീവ് റേഡിയേഷൻ അല്ല. ഇനി യൂസിങ് വേരിയസ് റിസോഴ്സസ് സച്ച് ആസ് സ്കൂൾ ലൈബ്രറി ആൻഡ് ഇന്റർനെറ്റ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് യുവർ ടീച്ചർ ട്രേസ് ദ എവല്യൂഷണറി സ്റ്റേജസ് ഓഫ് എനി വൺ ആനിമൽ, സേ ഹോഴ്സ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ഇത്രയാണ് എന്ത് നമ്മളുടെ ചാപ്റ്റർ. അതായത് എവല്യൂഷൻ എന്ന ചാപ്റ്റർ കഴിഞ്ഞു. ഇത് ആക്ച്വലി എന്താ ഈസി ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി പഠിച്ച. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം, നിങ്ങളുടെ 12th ഹാഫ് ആവാറായില്ലേ? അപ്പൊ നിങ്ങൾ ഇതുവരെ 11th ഇതിന്റെ ഒപ്പം എന്താ പറയാ വർക്ക് എഴുതും. ഇനിയിപ്പോ നിങ്ങൾ ന്യൂ ഇയർ വരാൻ പോകും. അപ്പൊ നിങ്ങൾ ഈ റെസൊല്യൂഷൻ എടുക്കുന്ന ഈ മണ്ടത്തരങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുത്. അതെന്താ, റെസൊല്യൂഷൻ കാര്യമില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ 2 ദിവസം ഫോളോ ചെയ്യും, പിന്നെ അത് ഹാബിറ്റ് ആവില്ല. അപ്പൊ നിങ്ങൾ അങ്ങനെയില്ല, ഞാൻ അടുത്ത കൊല്ലം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഇരിക്കരുത്. ഞാൻ ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ 1 മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ പഠിക്കാൻ തുടങ്ങും. അതാണ് റെസൊല്യൂഷൻ. അതാണ് നിങ്ങൾ ന്യൂ ഇയറിനുള്ള റെസൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. ആക്ച്വലി ഓരോ ന്യൂ ഡേ, ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ആൻഡ് ഈച്ച് ആൻഡ് എവറി ഡേ, അതാണ് നമ്മൾ എന്ത് റെസൊല്യൂഷനായി നിൽക്കുന്നത്. നിങ്ങളുടെ ജോലി എന്താ,
ഇന്നത്തെ ദിവസം അടുത്ത ദിവസം ഇന്നത്തെക്കാളും ബെസ്റ്റ് ആക്കാവുന്നതാണ്. എങ്ങനെ ബെസ്റ്റ് ആക്കാൻ പറ്റും? അതായത് നിങ്ങൾ പെട്ടെന്ന് ഇപ്പൊ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിച്ചു എന്ന് വിചാരിച്ചു, ഞാൻ അങ്ങനെ നെഗറ്റീവായി പറയില്ല. അപ്പൊ അങ്ങനെ വന്ന് മരിച്ചാലും നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ വേണം നിങ്ങളുടെ ജീവിതത്തോട്. അതായത് ഞാൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ലോകമായിട്ട് വിട പറഞ്ഞത്. അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ പേർപ്പസ് ഒരു സെന്റൻസിൽ പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യാം. നിങ്ങൾ ആ മൈനോറിറ്റിയിൽ വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിക്കണമെങ്കിൽ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ പേർപ്പസ് എന്താന്ന് കണ്ടുപിടിക്കാൻ ഇതുവരെ എന്നുവെച്ചാൽ ആർക്കും അറിയില്ല. എല്ലാരും എന്താ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അതിനെ ഫോളോ ചെയ്യും. നിങ്ങളുടെ അച്ഛനമ്മമാർ ഇത് പഠിക്കാൻ പറഞ്ഞു, എഞ്ചിനീയറിംഗ് എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മെഡിസിൻ ആണ് നിങ്ങൾ എടുക്കേണ്ടത്, MBBS എടുക്കണം. അപ്പൊ നിങ്ങൾ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയാണ്ട് തന്നെ നിങ്ങൾ ആ ഫീൽഡിൽ എത്തും. അപ്പൊ പേർപ്പസ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും, സ്റ്റേയിങ് ഡ്രിവൻ. അതായത് അതാണ് നിങ്ങൾ ഓരോ ദിവസം ചിന്തിക്കേണ്ടത്. അതായത് ഞാൻ ഒരു ദിവസം അങ്ങനെ വേസ്റ്റ് ആക്കില്ല, ബോറടിച്ച് എനിക്ക് ചെയ്യാനൊന്നും ഇല്ലല്ലോ ദൈവമേ എന്നൊന്ന് ആലോചിച്ചിരിക്കേണ്ട അവസ്ഥ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്. ഇതാണ് എന്ത് നിങ്ങളുടെ റെസൊല്യൂഷൻ. അതിപ്പോ തന്നെ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ചാപ്റ്റർ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ.